ആ ഇപ്പൊ പഴയ നമ്മളെ LED മാലാണല്ലോ ഇപ്പൊ അത്. ഇതൊന്ന് കത്തിച്ചോക്കെ റബി ലെവലൊക്കെ അല്ലേ വരുന്നേ. പുതിയതൊന്നും മാങ്ങ ഇവിടെ കിട്ടുമല്ലോ, അതിനുള്ള കായ്പ് കഞ്ചി. എത്താ തന്റെ കേടുന്ന LED ആയിട്ട്? അല്ല കോല്, നമുക്ക് റബി ലെവലല്ലേ വരുന്നേ. അതാ പഴയ LED അല്ലേ, ആ കുട്ടിയൊക്കെ കളിച്ചാൻ കൊടുത്താളാ. പഴയതായാലും പെൺകത്താ ഇതന്നെ കത്തിച്ചു ഞാൻ. ഞങ്ങളവിടെ കത്തിച്ചൂടി, ഞാൻ പോയി വരാം. അല്ല കോലി ചെറുക്കാ പോണേ. ഞാൻ കണ്ടെത്തേറ്റോ അവിടെ കരുതി പോയിക്കോ, അവിടെ ചളി താണ്ട. ഞാൻ പോയിക്കോളാം. ഓല് വരുമ്പോത്തിന് ഇതൊന്നും ലെങ്കി മറിയണ കണ്ടിട്ട് ഓനൊന്നും നട്ടണം. എന്താ ഇപ്പൊ ഇത് കത്താനൊരു മടി? എന്തൊക്കെ ഇപ്പൊ എത്താ, ഇതൊക്കെ നമ്മളിപ്പോ എത്ര കണ്ട. ഇതാ തുറന്നു നോക്ക, ഒന്ന് ചെക്ക് ചെയ്തോ. എന്തേ LED കത്തിന്നാ തോന്നുന്നത്. തന്ത വിളിച്ചിട്ടുണ്ട്, പോയി നോക്കുക. ആ ബോപ്പിലൊരു കട്ടൻ ചായ കുടിച്ചാ ഇത് കിടക്കട്ടെ. ഞാനെവിടെ എത്തിന് തന്തേ? ഈ തന്തപ്പ ആരെ വിളിച്ചണേ? ഇന്ന തന്നെയല്ലേ ആരെ? എന്തിനാപ്പോ തന്തിയും കോരി ഇങ്ങനെ വിളിക്കണേ? രണ്ടാളും നല്ല ആവേശത്തിലാണല്ലോ. എന്തോ കാര്യം കിട്ടോ, പോയി നോക്കുക. ഇതാ വരണേ. എന്താപ്പോ രണ്ടാക്കും പറ്റിയേ? പതിവില്ലാത്തൊരു വിളിയാണല്ലോ ഇത്. പിന്നല്ലേ വിളിക്കണേ? അതിലാരും പോണ കാണുന്നില്ലല്ലോ. തന്തിയും കോരി കൂടി ഇവിടെ എത്താ കാട്ടി കൂട്ടണേ. അപ്പൊ ശരിയാക്കി തരാം. എന്താ തന്തേ, എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായെന്നോ ഓലിയെ? കരുന്നാക്ക അവിടെ പറ്റിച്ചേ. അവന്റെ തന്തേ, എന്തിനാ പിന്നെ തല്ലിന തന്തേ? തന്റെ ഈ പഴയ LED കളിച്ചണ്ടെന്ന് ഞാൻ 10 വട്ടം പറഞ്ഞില്ലേ. അതിന് പുതിയ LED കിട്ടാ. പുതിയ LED അല്ലേ നമ്മളെ എളങ്കാവിലുള്ളത്, ലൈറ്റ് ഹൗസില്. അങ്ങനെ ഉണ്ടോ? ഉണ്ട്. വാടകയ്ക്കല്ല അവിടെ സാധനം കൊടുക്കണത്. അവിടെ വാടകയ്ക്കാഞ്ച് വാടകയ്ക്കും കിട്ടും, റെഡിക്കായ്ക്കാഞ്ച് റെഡിക്കായ്ക്കും കൊടുക്കും. കുറഞ്ഞ പൈസ കൊടുത്താൽ വന്നാ ഞാനിട്ട് നടക്കി പറഞ്ഞത്. അപ്പൊ ചങ്കള നമ്മൾ പറഞ്ഞ ആ ലൈറ്റ് ഹൗസ് ആണ് നമ്മുടെ എളങ്കാവാൻ കണ്ടില്ല. അപ്പൊ നമുക്ക് ഉള്ളിലെ വിശേഷം ഒന്ന് കാണാം. വരി. അപ്പൊ ചങ്ങന്മാരെ, നമ്മളെ ലൈറ്റ് ഹൗസിലെ ഏറ്റവും വലിയ സീസൺ LED മാലാണിത്. നമ്മളെ റബി ലെവലൊക്കെയാണ് വരാൻ പോണത്. റബി ലെവല് പള്ളികള്, മദ്രസകളൊക്കെ അലങ്കരിക്കാം. അങ്ങാടികള്, അമ്പലങ്ങള്, അങ്ങനെ പോലത്തെ പല പരിപാടിക്കും, കല്യാണത്തിനും സൽക്കാരത്തിനും എല്ലാ പരിപാടിക്കും അലങ്കരിക്കാം. നിങ്ങൾക്ക് എത്ര വേണ്ടി വരുന്നുണ്ട്, എത്ര വേണമെങ്കിലും സ്റ്റോക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഉണ്ടാക്കി തരല് മാത്രല്ല, റെന്റിന് വേണമെങ്കിൽ റെന്റിനും കിട്ടും. എത്ര വേണം എണ്ണം പറഞ്ഞാൽ മതി. ഓർഡർ അനുസരിച്ച് മൂപ്പരുണ്ടാക്കുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതേതാ മോഡല്? മോനെ ഇതേതാ സാധനം? ഇതിന്റെ പേരാണ് തോരണം. ഇതിന്റെ ഉപയോഗങ്ങളൊന്നും പറഞ്ഞു കൊടുക്കും. നമ്മൾ കാണാത്ത മോഡലാണ്. അപ്പൊ ഇതാണ് തോരണം. നമ്മൾ റോഡുകളും വഴികളും അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. LED മാല മാത്രമല്ല, LED തോരണം. ഏത് ഐറ്റംസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ അവൈലബിൾ ആണ്. പല ജാതി മോഡലുകൾ. ഇതാണ് മക്കളെ അടുത്ത ഐറ്റംസ്. ഏത് ഐറ്റംസും ഊരിൻ്റെതാണെങ്കിലും ഇവിടെ അടുത്ത ഐറ്റംസ് കണ്ടില്ലേ, വീണ്ടതാണെങ്കിലും ഒക്കെ ഏത് ഐറ്റംസിലും ആണെങ്കിലും ഏത് അലങ്കാര ബൾബുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഓക്കെ, ഫെർലൈറ്റ്, അതുകൂടാതെ ഫെഡ്ലൈറ്റുകൾ, എത്ര ലൈറ്റ് വേണമെങ്കിലും എന്ത് പരിപാടിക്കാണെങ്കിലും ഇവിടെ എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇത് നമുക്ക് നമ്മളെ ബോസ് ഉണ്ട് ഇവിടെ. അപ്പൊ ബോസ് പറയും കാര്യങ്ങള് എന്തൊക്കെ ചെയ്തു കൊടുക്കണം. ഇവിടെ LED മാല നിർമ്മിച്ചു കൊടുക്കുക, അത് വാടകയ്ക്ക് കൊടുക്കുക. അതേമാതിരി ഇപ്പൊ കയ്യിലെ ഈ കൊടുപ്പ് അത് വാടകയ്ക്ക്. ഈ ഐറ്റംസ് പിന്നെ LED പാറ്. അപ്പൊ ഈ മാലകൾ ഇവിടെ ഉണ്ടാക്കണം, ഇവിടെ ചെയ്ത് കൊടുക്കാം. ഇത് റെന്റിന് മാത്രമേ കൊടുക്കുള്ളൂ? അല്ല, റെന്റിനും ഉണ്ട്, സെയിലും ഉണ്ട്. നീളം കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്. അപ്പൊ എത്ര വലുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും? അത് ഓർഡറിനനുസരിച്ച് എത്ര. അപ്പൊ ഇതില് ഒരു കളർ ലൈറ്റ് മാത്രമേ വരുന്നത്?
അല്ല ഇപ്പൊ നമ്മൾ സാധാരണ ഓൾറെഡി വാമ്പ് മാത്രമാണ് വാമ്പ് മാത്രം. ഉണ്ടാക്കുന്നത്. എല്ലാ കളറും നമ്മൾ ഓർഡറിനനുസരിച്ച് എല്ലാ കളറും ആൾക്കാർ ഏത് കളറാണ് വേണ്ടത് ഓർഡർ തരുന്ന അതിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും. അതേമാതിരി മൾട്ടി കളർ ആണെങ്കിൽ ഇത് മൾട്ടി കളറാണ്, ഓട്ടോമാറ്റിക് അങ്ങനെ അത് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഓർഡറിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. അല്ല നിങ്ങള് പിന്നെ കസ്റ്റമർ വന്നാല് കസ്റ്റമർക്ക് സാധനം കൊടുക്കല് മാത്രമേ ഉള്ളൂ, അത് നിങ്ങൾ ചെയ്ത് കൊടുക്കും? ചെയ്ത് കൊടുക്കും, ചെയ്ത് കൊടുക്കും. സെറ്റ് വന്ന് ചെയ്ത് കൊടുക്കും. പീരിയഡ് ടൈം കഴിഞ്ഞാൽ നമ്മൾ അയച്ചു പിന്നെ നമ്മൾ വാടക സമ്പ്രദായം ഉണ്ട്. കല്യാണ പന്തല്, നബിദിന പരിപാടി ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പൊ ഏത് പരിപാടിയും മടിച്ചു നിൽക്കേണ്ട. കല്യാണമാണെങ്കിലും റബി ലെവലാണെങ്കിലും ഉത്സവമാണെങ്കിലും ഏത് പരിപാടിക്കും നമ്മൾ അവിടെ സൈറ്റിൽ വന്നിട്ട് സൈറ്റ് വർക്ക് എടുക്കണമാണ്. അപ്പോൾ നമ്മളെ ബോസായിട്ട് ബന്ധപ്പെടുക. ബോസിന്റെ നമ്പർ, ലൈറ്റ് ഹൗസിന്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്പറിൽ വിളിച്ചിട്ട് നമ്മളെ ലൊക്കേഷൻ, നമ്മൾ അരീക്കോട് ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ നമ്മൾ അരീക്കോട്, പൂങ്കൊടി, എളങ്കാവ്. പാറമന്ന് വരികയാണെങ്കിൽ പാറമന്ന് വരികയാണെങ്കിൽ വിളവൈ നേരളങ്കാവ്. എളങ്കാവ്. പിന്നെ കീശ്ശേരിന്ന് വരികയാണെങ്കിൽ വിളയിൽ വൈ ഏലങ്കാവ്. അങ്ങനെയുള്ള ലൊക്കേഷനാണ് ഇവിടേക്ക്. അപ്പൊ നിങ്ങള് എന്തൊരാവശ്യത്തിനും ബോസിനെ കോണ്ടാക്ട് ചെയ്തോളി. മൂപ്പര് എല്ലാ വർക്കും ഉത്തരവാദിത്തോടു കൂടി ഏറ്റെടുക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോസുമായി വീണ്ടും വരുന്നതിന് ബൈ ബൈ.